പെരുന്തച്ചൻ കോംപ്ലക്സ്, അഞ്ചാം മന്ത്രി തുടങ്ങിയ തന്ത്രപ്രധാനമായ വിഷയങ്ങൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാത്ത വലിയൊരു നേട്ടം കേരളത്തിനുണ്ടായി. കേരളത്തിലെ കുറച്ച് അധ്യാപകരെ ബ്രസീൽ എന്ന രാജ്യം ആവശ്യപ്പെട്ടിരിക്കുന്നു. മൂന്നാം ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ സാധ്യതയുള്ള ഈ നീക്കത്തെക്കുറിച്ച് ബ്രസീൽ കരാറിന് നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ സെക്രട്ടറി എം ശിവശങ്കർ IAS NTVയോട് സംസാരിച്ചു. Brazil is a very interesting country. It's the fifth largest GDP ഉള്ള ഒരു വളരെ ഗ്രോയിങ് എക്കോണമിക് പവറായിട്ട് വളരുന്ന ഒരു രാജ്യമാണ്. അവരുടെ ലാംഗ്വേജ് പോർച്ചുഗീസാണ് അവരുടെ പോർച്ചുഗീസ് ഭാഷയിലാണ് പഠനം. അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ പോർച്ചുഗീസ് ഭാഷയിലുള്ള പഠനം കാരണം ഒരു ഇംഗ്ലീഷിൻ്റെ പുറത്തുള്ള ഒരു കമാൻഡ് കുട്ടികൾക്ക് കുറവാണ്. കമ്മ്യൂണിക്കേഷൻ IT കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള പഠനവും അവിടെ താരതമ്യേന പിറകിലേക്കാണ്. അപ്പോൾ ബ്രസീലിൽ നിന്ന് വന്ന ടീമിൻ്റെ ഉദ്ദേശം അവർ താഴത്തെ ക്ലാസ്സുകൾ, അതായത് 1 to 6 എന്ന് പറയുന്ന അവരുടെ സ്ട്രക്ചർ 1 to 6, 7 to 9 ആൻഡ് 10 to 12 എന്നുള്ള രീതിയിലാണ് അവരുടെ സ്ട്രക്ചർ. 1 to 6 എന്ന് പറയുന്നത് LP ലെവലിൽ വരുന്ന കുട്ടികൾക്ക് ഒരു ഗ്രൗണ്ടിങ് ഇൻ മാത്സ് ആൻഡ് ഇംഗ്ലീഷ് വിത്ത് എൻ IT എനേബിൾഡ് ഫ്രെയിം വർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു സപ്പോർട്ടാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. They had a very interesting element. Brazil public education system, which is government-owned system, is there, and private system is basically through a large number of corporate schools of America and Britain. അപ്പോൾ UK-ന്നോ അമേരിക്കയിൽ ഒരു ഇൻപുട്ട് എടുത്ത് ഈ പബ്ലിക് സെക്ടർ സ്കൂൾ റിഫോം ചെയ്യുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകും എന്നുള്ള ഒരു ധാരണയിൽ they were primarily looking at this, sourcing this input from third world countries, basically BRICS-നകത്ത് നിന്ന് Brazil, Russia, India, China and South Africa. അതിനകത്ത് Russia and China ruled themselves out basically because of language issues, and they were not comfortable working with non-democratic frameworks. That's how they put it. So they selected India and South Africa. In India, they had gone around, looked at Delhi public schools, the schools in Bombay, Rishi Valley, and all that type of thing. And by default, Kerala radar, they met someone in Delhi who asked them to have a look at Kerala, and they came down here and had a look at what we are doing in the schools. And they also visited IT at School project. IT at School project കണ്ടിട്ട് അവർ വളരെയധികം ഇമ്പ്രസ്ഡ് ആയി. അവർ IT ഉപയോഗിച്ച് ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ IT ഉപയോഗിച്ച് ഇത്രയധികം കുട്ടികൾക്ക് ഇൻപുട്ട് കൊടുക്കുന്ന ഒരു സാധ്യത, ഒരു ഇൻ്റർവെൻഷൻ ഫ്രെയിം വർക്ക് വളരെ അപ്പീലിംഗ് ആയിട്ട് അവർക്ക് തോന്നി. സോ വെൻ ദ കെയിം ആൻഡ് മെറ്റ് മീ, അവരുടെ റിക്വസ്റ്റ് ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് ഈ റിസോഴ്സ് തരുമോ, IT അറ്റ് സ്കൂൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ റിസോഴ്സ് ഇൻവെൻറ്ററി ഞങ്ങൾക്ക് തരുമോ. But since we have an open source policy and we generally share resources, we said it's not a problem. Then the second thing which they asked was, can you also give us a few teachers, about 500 teachers, which we said is a problem because 500 teachers നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് പുൾ ഔട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. So we gave an alternate suggestion that why don't you look at teacher aspirants who are passing out of BEd TTC colleges type of thing, which they said it's an interesting option. Now, how it is coming out now is that they are trying to do a campus recruitment in BEd and TTC colleges, not just in Kerala. It's Indian teachers ആണ് അവർക്ക് വേണ്ടത്. ആൻഡ് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടീച്ചർ, അതായത് ഇൻഫോസിസ് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന പോലെ ഇവർ BEd and TTC കോളേജിൽ പോയി ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടത്തി അങ്ങനെ വരുന്ന കുട്ടികളെ IT at സ്കൂളിൽ 1 മാസമോ 2 മാസമോ പരിശീലിപ്പിച്ച് ഈ ടൂൾസ് പഠിപ്പിച്ച് അവരെ എക്വിപ്ഡ് ആക്കി കരിക്കുലം ഹാൻഡിൽ ചെയ്യാനായിട്ട്, ആ കരിക്കുലം ഒബ്ജക്റ്റീവ്സ് 1 മുതൽ 6 വരെയുള്ള കുട്ടികൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ എക്വിപ്ഡ് ആക്കി ബ്രസീലിലേക്ക് വിടുകയും അവരൊരു 3 year കോൺട്രാക്റ്റിൽ അവിടെ വർക്ക് ചെയ്യുകയും ആ 3 വർഷം കൊണ്ട് ഈ നോളജ് ഷെയറിങ് ടു ചിൽഡ്രൻ ആസ് വെൽ ആസ് ടീച്ചേഴ്സ് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് അവർ ഉദ്ദേശിക്കുന്നത്. They had identified a state in Brazil, Pernambu, northern state, and they had a municipality there, Timbaúba, northern municipality. The Timbaúba and a pilot project selected. Mayor was very keen. അപ്പോൾ അവിടെ 40 സ്കൂള്, അറൗണ്ട് 4,000 5,000 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. അപ്പോൾ
40 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ടു ബിഗിൻ വിത്ത് ഒരു 100 ടീച്ചേഴ്സിനെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഞങ്ങൾ വെൻ വി വെൻറ്റ് അറൗണ്ട് ബട്ട് ദെൻ ഈ ഡിസ്കഷൻ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ITI സ്കൂളിൽ ഞങ്ങളുടെ റിസോഴ്സും ഇൻവെൻറ്ററി ചെയ്ത് ട്രെയിൻ ചെയ്ത് തരാം, പക്ഷേ ഈ ടീച്ചേഴ്സ് അവിടെ എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ആ കുട്ടികളുടെ ലെവലും അവിടുത്തെ സ്കൂൾ സ്ട്രക്ചറും സ്കൂളിൻ്റെ കരിക്കുലും ഒക്കെ ഞങ്ങൾക്കൊന്ന് അറിയേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആസ്റ്റസ് ടു കം ഓവർ, അങ്ങനെ അവരുടെ ഇൻവിറ്റേഷൻ ഞങ്ങൾ പോയത്. വെൻ വി വെൻ ദർ വി ഫൗണ്ട് ദാറ്റ് കരിക്കുലം ഇസ് ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്, ഞങ്ങളുടെ ഡെലിവറീസ് പ്രാക്ടിക്കലി വരുന്നത്. പക്ഷേ സ്കൂൾസ് ഈ ടിംബാവുബ എന്ന് പറഞ്ഞ മുനിസിപ്പാലിറ്റി തന്നെ ഈ സ്കൂൾസ് ഫെയർലി വെൽ സ്പ്രെഡ് ഔട്ടാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ചാലോചിച്ച് കഴിഞ്ഞാൽ ബ്രസീലിൽ നിന്നൊരു 100 പേര് ട്രിവാൻഡ്രത്ത് വരികയും അതിൽ ഒരാളെ വാമനപുരത്തും ഒരാളെ നെയ്യാറ്റിൻകരയും പോസ്റ്റ് ചെയ്താൽ അവർക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലം വെച്ച് നോക്കിയപ്പോൾ വി ഹാഡ് സജസ്റ്റഡ് ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു പൂൾ ദം ടുഗെദർ ആൻഡ് ഹാവ് എ സെൻട്രലൈസ്ഡ് ഫെസിലിറ്റി ലൈക്ക് ഗോയത്തെ സെൻറ്റർ ഓർ റഷ്യൻ കൾച്ചറൽ സെൻറ്റർ ടൈപ്പ് ഓഫ് ദിസ് തിങ്. സോ ദേ ഇമ്മീഡിയറ്റ്ലി ഐഡൻറ്റിഫൈഡ്. ഐ വാസ് വെരി ഇംപ്രസ്ഡ് വിത്ത് അവരുടെ ആ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്ന പേസാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അവർ പെട്ടെന്ന് തന്നെ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു ഇൻഡോ ബ്രസീലിയൻ സെൻറ്റർ ഫോർ അക്കാഡമിക് എക്സലൻസ് എന്നുള്ള രീതിയിൽ അത് സ്ട്രക്ചർ ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുകയും ആ ചർച്ച കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബ്രസീലിലെത്തിയപ്പോൾ അവർ ഇന്ത്യ ഗവൺമെൻറ്റോട് ഒപ്പിടേണ്ട ഒരു MOUവിൻ്റെ ഡ്രാഫ്റ്റ് കോപ്പി വരെ റെഡിയാക്കി ഞങ്ങൾക്ക് തരികയും ചെയ്തു. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ബ്രസീൽ ഗവൺമെൻറ്റാണ് ഒപ്പിടേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം പറയാനില്ല. ഞങ്ങൾക്ക് അത്രയും ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നതിന് ഞങ്ങൾ കുറച്ച് ഓക്വേർഡ് ആയേനെ. അപ്പോൾ അങ്ങനെ ഒരു വളരെ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്. വാട്ട് വി ലേൺ ഇസ് ദാറ്റ് മോസ്റ്റ് പ്രോബ്ലി ഈ മന്തിൽ ബ്രസീൽ പ്രസിഡൻറ്റ് വരുന്ന വിസിറ്റിനകത്ത് ഇത് ഡിസ്കസ് ചെയ്യും. വെരി ഷോർട്ട്ലി ഇറ്റ് വിൽ ബി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആൻഡ് ഒക്ടോബറിലേക്ക് ഫസ്റ്റ് ബാച്ച് ഓഫ് 100 ടീച്ചേഴ്സിനെ അങ്ങോട്ട് അയക്കാൻ കഴിയും. ആൻഡ് അവരുടെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു എഫക്റ്റീവ്നെസ് നോക്കിയിട്ട് ജനുവരിയിലേക്ക് ഒരു 500 പേരിലേക്ക് സ്കെയിലപ്പ് ചെയ്യാനും പിന്നെ അടുത്ത അക്കാഡമിക് ഇയറിലേക്ക്, അത് നെക്സ്റ്റ് ഒക്ടോബർ നവംബറിലേക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് വെച്ച് എങ്ങനെ പ്രോജക്റ്റ് മുമ്പോട്ട് പോകണമെന്നതിനെ കുറിച്ചൊരു കോൾ എടുക്കാമെന്നുമാണ് ഇപ്പോൾ ഒരു ധാരണയായിട്ടുള്ളത്.